പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാസനം പ്രസാദപര മാതാവേ, കൃപയും സ്നേഹവും നിറഞ്ഞ അമ്മേ, എൻ്റെ അഗാധമായ സങ്കടങ്ങളും എൻ്റെ ഏറ്റവും അടിയന്തര ആവശ്യങ്ങളും അമ്മ അറിയുന്നുവല്ലോ. അമ്മയുടെ അനന്തമായ നന്മയും കൃപയും കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ എല്ലാ ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഇതാ ഞാൻ അമ്മയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. അവയ്ക്ക് ഓരോന്നിനും അമ്മ മികച്ച പരിഹാരം കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, ഞാൻ നടക്കുന്ന ഇരുണ്ട പാതകളിൽ അമ്മയുടെ ദിവ്യപ്രകാശം പ്രകാശിപ്പിക്കുവാൻ ഞാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതർ, ഉപകാരികൾ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ വിവേകവും വിവേചനത്തിൻ്റെ വ്യക്തതയും കൊണ്ട് ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും പരിഹരിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള വഴി കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അനുകമ്പയുള്ള അമ്മേ, അമ്മയുടെ കൈകളിൽ ഞാൻ പൂർണ്ണമായും വിശ്വാസം സമർപ്പിക്കുന്നു. ഒരഭ്യർത്ഥനയും അമ്മയ്ക്ക് അസാധ്യമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ അപേക്ഷകൾ ആർദ്രമായി സ്വീകരിക്കുകയും അങ്ങേ പുത്രനായ യേശുവിനോട് എനിക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, എൻ്റെ ഭവനത്തിനു വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ ശക്തമായ കരം നീട്ടി ഞാൻ ഇത്രയും കാലം കാത്തിരുന്ന അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ കൃപയാലും ധൈര്യത്താലും എന്നെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അതുവഴി എനിക്ക് മുന്നിലുള്ള വെല്ലുവിളികളെ ശാന്തതയോടെ സഹിക്കുവാൻ ഇടയാകട്ടെ. എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ ജ്വാല നിലനിർത്തുവാൻ എന്നെ സഹായിക്കണമേ. കാരണം അമ്മയിലൂടെ പ്രത്യാശ പുതുക്കപ്പെടുമെന്ന് എനിക്കറിയാം. ഓ പരിശുദ്ധ മാതാവേ, സ്നേഹവും സംരക്ഷകയുമായ അമ്മേ, ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അടിയന്തര അത്ഭുതം ആവശ്യമുള്ള എല്ലാ ആളുകൾക്കും അമ്മയുടെ മധ്യസ്ഥത നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദന ഒഴിവാക്കി ഞങ്ങളുടെ വഴികൾ പ്രകാശിപ്പിക്കുന്നതിന് അമ്മയുടെ മേലങ്കി ഉപയോഗിച്ച് ഞങ്ങളെല്ലാവരെയും ആശ്ലേഷിക്കണമേ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയുടെ നന്മയിലും മാധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ അത്ഭുതങ്ങളുടെ ശക്തിക്ക് സാക്ഷ്യം വഹിക്കുവാൻ എന്നെ ശക്തിയാക്കണമേ. എൻ്റെ പാദം മുറിച്ചു കിടക്കുന്ന എല്ലാവർക്കും പ്രത്യാശ നൽകുവാനും എന്നെ അനുവദിക്കുന്ന എൻ്റെ വിശ്വാസം അനുദിനം ശക്തിപ്പെടുത്തുവാനും എന്നെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മാതാവേ, എൻ്റെ അഭ്യർത്ഥന അനുവദിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്ന അത്ഭുതം നൽകുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥതയ്ക്ക് ഞാൻ എപ്പോഴും നന്ദിയുള്ളവളായിരിക്കട്ടെ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, എൻ്റെ വാക്കുകളും എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥനകളും കേൾക്കണമേ. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ അടിയന്തരമായ ഒരത്ഭുതം ആവശ്യമാണ്. ഈ നിമിഷം നമ്മുടെ പ്രത്യേകമായ എല്ലാ നിയോഗങ്ങളെയും ഇവിടെ സമർപ്പിക്കുക. പരിശുദ്ധ അമ്മേ, അമ്മയുടെ അനന്തമായ അനുകമ്പയിലും ദൈവവുമായുള്ള അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ അമ്മേ, എൻ്റെ അഭ്യർത്ഥന കേൾക്കണമേ. എൻ്റെ ജീവിതത്തെ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞാൻ അന്വേഷിക്കുന്ന അത്ഭുതത്തിന് പുറമെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ആന്തരിക പരിവർത്തനത്തിൻ്റെയും ആത്മീയ വളർച്ചയുടെയും പൂർണ്ണമായ പുനഃസ്ഥാപനത്തിൻ്റെയും കൃപ നൽകണമേ. അസാധ്യകാര്യങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അടിയന്തരമായ ഒരു അത്ഭുതം ആവശ്യമാണ്. അമ്മ അത് ഞങ്ങൾക്കായി നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ ദൈവത്തിൽ നിന്ന് നേടിത്തരണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്കും ഒരത്ഭുതത്തിനായി നിലവിളിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയോട് നിലവിളിക്കുന്നവരെ മോചിപ്പിക്കുവാനും സംരക്ഷിക്കുവാനും
അമ്മയ്ക്ക് ശക്തിയുണ്ടെന്നും എനിക്കറിയാം. അതിനാൽ എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കുവാനും എന്നെ സംരക്ഷിക്കുവാനും ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അമ്മയോട് അപേക്ഷിക്കുന്നു. എന്നെ പിടികൂടിയേക്കാവുന്ന എല്ലാ അപകടങ്ങളിൽ നിന്നും, തിന്മയുടെ ശക്തികളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും പരിശുദ്ധ മാതാവേ, എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കണമേ. എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം അവിടുന്നാണ്. തിന്മയുടെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവരെ മോചിപ്പിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ട്. അതിനാൽ ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ ആസക്തികളിൽ നിന്നും, ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാനും അതിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ പിടികൂടിയേക്കാവുന്ന എല്ലാ അപകടങ്ങളെയും തരണം ചെയ്യുവാൻ, അതിജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ അമ്മയുടെ ദിവ്യ വെളിച്ചം എൻ്റെ പാതയെ പ്രകാശിപ്പിക്കുകയും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സംരക്ഷണം എൻ്റെ മേലുണ്ടായേക്കാവുന്ന അമ്മയുടെ മധ്യസ്ഥത എൻ്റെ ജീവിതത്തിലേക്ക് ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടുവരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, എന്നെ ചുറ്റിപ്പറ്റിയുള്ള അപകടങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. എനിക്ക് സംഭവിച്ചേക്കാവുന്ന എല്ലാ തിന്മകളിൽ നിന്നും അകറ്റുവാനും ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിലൂടെയും എന്നെ നയിക്കുകയും എന്നെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് അപേക്ഷിക്കുന്നു. ഓ പ്രിയ അമ്മേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നും എല്ലാ തിന്മകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ രാജ്യത്തെ അനുഗ്രഹിക്കണമെന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണമേ എന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നതിനും ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണമേ. എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടാകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ടാകണമേ. എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവവേദ്യമാക്കട്ടെ. എൻ്റെ പ്രാർത്ഥന കേട്ടതിന്, എൻ്റെ ആവശ്യങ്ങളിൽ എന്നെ സഹായിച്ചതിന് പരിശുദ്ധ ദൈവമാതാവേ ഞാൻ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, മാധ്യസ്ഥം ഞങ്ങൾക്കെന്നും അനുഭവിക്കുവാനിടയാകട്ടെ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളെ തിന്മയുടെ ശക്തികളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, ലോകാരൂപയിൽ നിന്ന്, ദൈവഹിതത്തിനെതിരായ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യം, സംരക്ഷണം, മാധ്യസ്ഥം ഞങ്ങൾക്കെപ്പോഴും നൽകണമേ. ഞങ്ങൾക്കായി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് രോഗശാന്തിയുടെയും ക്ഷേമത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നൽകണമേ. അങ്ങേ ജീവശക്തി ഞങ്ങളുടെ എല്ലാ കോശങ്ങളിലും വ്യാപിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ മാനങ്ങളിലും ഞങ്ങളെ പുതുക്കുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യണമേ. ദൈവിക സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളുടെ ബന്ധങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ സ്ഥാപിക്കുന്ന എല്ലാ ഇടപെടലുകളിലും നിരുപാധികമായ സ്നേഹം സ്വതന്ത്രമായി പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നവരുമായി ആഴമേറിയതും അർത്ഥവത്തുമായ ബന്ധം വളർത്തിയെടുക്കുവാൻ എനിക്കും എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ബന്ധങ്ങൾ സന്തോഷത്തിൻ്റെയും പരസ്പര വളർച്ചയുടെയും പിന്തുണയുടെയും ഉറവിടങ്ങളായിരിക്കട്ടെ. ഞങ്ങൾക്ക് ദിവസവും ലഭിക്കുന്ന എല്ലാ സമ്മാനങ്ങൾക്കും നന്ദി പ്രകടിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അഗാധമായ ഭക്തിയോടെ അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യവും ദൈവിക മാർഗനിർദ്ദേശവും തേടി ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ ശബ്ദമുയർത്തുന്നു. ഈ പുണ്യവേളയിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ ഞാൻ എൻ്റെ ഹൃദയവും ആത്മാവും തുറക്കുന്നു.
പരിശുദ്ധ ദൈവമാതാവേ, ഈ ദിനത്തിൽ ധൈര്യത്തോടും ദൃഢനിശ്ചയത്തോടും കൂടി ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വഴിയിൽ വന്നേക്കാവുന്ന പ്രതിബന്ധങ്ങളെ, വെല്ലുവിളികളെ, പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വെല്ലുവിളികളെ നേരിടുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ആന്തരിക ശക്തിയും ജീവിച്ചിരിക്കുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അഭിവൃദ്ധിയുണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ചുറ്റുമുള്ളവരുമായി പങ്കിടുന്നതിനും ഞാൻ ഭൗതിക സമൃദ്ധി നൽകി എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. സമ്പത്ത് അതിൻ്റെ എല്ലാ രൂപത്തിലും പ്രകടമാക്കുന്ന ഐശ്വര്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ചാനലാക്കി എന്നെ മാറ്റണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രചോദനാത്മകവും ക്രിയാത്മകവുമായ ലക്ഷ്യത്തിൻ്റെ വ്യക്തതയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ ക്ഷേമത്തിന് സംഭാവന ചെയ്യുന്ന എൻ്റെ അതുല്യമായ സമ്മാനങ്ങളും കഴിവുകളും കണ്ടെത്തുവാനും പ്രകടിപ്പിക്കുവാനും എനിക്കിടയാകട്ടെ. എൻ്റെ പരമോന്നത വിളിയിലേക്ക് എന്നെ നയിക്കണമേ. അതുവഴി എനിക്ക് അർത്ഥവും സംതൃപ്തിയുമുള്ള ഒരു ജീവിതം നയിക്കുവാനിടയാകട്ടെ. അമ്മയുടെ ആന്തരിക സമാധാനം എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഉത്കണ്ഠയോ ഭയമോ ഇല്ലാതാക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ ദൈവിക ഹിതപ്രകാരം എല്ലാം സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുവാനുള്ള കൃപ തരണമേ. എല്ലാ ധാരണകൾക്കും അതീതമായ സമാധാനം എൻ്റെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും നിറയട്ടെ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവേ ഞാൻ നന്ദി പറയുന്നു. അർത്ഥവത്തായ ബന്ധത്തിനും ഓരോ പഠന അവസരത്തിനും ഓരോ ശ്വാസത്തിനും ഞാൻ നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ സമ്മാനത്തിനും ഓരോ ദിവസവും വളരുവാനും പരിണമിക്കുവാനുമുള്ള അവസരത്തിനും ഞാൻ നന്ദി പറയുന്നു. എല്ലാ ജീവികളോടും സ്നേഹവും അനുകമ്പയും പ്രസരിപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന നന്മ മറ്റുള്ളവരിലേക്ക് എത്തിക്കണമേ. എൻ്റെ സാന്നിധ്യം എനിക്ക് ചുറ്റുമുള്ളവർക്ക് ആശ്വാസത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവിടമാക്കട്ടെ. പരിശുദ്ധ മാതാവേ, എപ്പോഴും ഞങ്ങളെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്നറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ യാത്രയുടെ ഓരോ ചുവടിലും എൻ്റെ പാത പ്രകാശിപ്പിക്കുകയും ദൈവിക കൃപ നൽകുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ എല്ലാ അർത്ഥവത്തായ വാക്കും അമ്മ കേൾക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് നന്ദിയോടും ഭക്തിയോടും കൂടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഒരിക്കൽ കൂടി ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ ഓരോ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. രോഗികളുടെ വൈദ്യനായ യേശുനാഥ, ഈ നിമിഷം പല വിധത്തിലുള്ള രോഗങ്ങളാൽ ഭവനങ്ങളിലും ആശുപത്രികളിലുമായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകമായി രോഗത്താൽ വിഷമിക്കുന്ന വ്യക്തികളുടെ പേര് ഇപ്പോൾ പറയുക. പരിശുദ്ധാമ്മേ, ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ മേൽ, സഹോദരൻ്റെ മേൽ, മകളുടെ മേൽ, മകൻ്റെ മേൽ, ഭാര്യയുടെ മേൽ, ഭർത്താവിൻ്റെ മേൽ, അപ്പൻ്റെ മേൽ, അമ്മയുടെ മേൽ, എൻ്റെ സുഹൃത്തിൻ്റെ മേൽ, എല്ലാവരുടെ മേലും കരുണയായിരിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ രോഗശൈലിയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യക്തി അങ്ങയുടെ ശക്തമായ കരം വെച്ച് സൗഖ്യമാക്കണമേ. വേദനകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ജീവദായകമായ സ്പർശനത്താൽ പൂർണ്ണ ആരോഗ്യം അവർക്ക് നൽകണമേ. അങ്ങേ ഇഷ്ടമെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിടുതൽ നൽകി അങ്ങയുടെ മഹത്വത്തിനായി അവരെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയായ ദൈവമേ, ഞാൻ നിന്റെ സാന്നിധ്യത്തിനു മുമ്പിൽ മുട്ടുകുത്തുന്നു. ഇപ്പോൾ രോഗശൈലിയിൽ കിടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യക്തി, ഈ നിമിഷം രോഗിയുടെ പേര് പറയുക. ഈ വ്യക്തിയുടെ മേൽ അങ്ങേ ശക്തമായ കരം വെക്കണമേ. അവരെ സുഖപ്പെടുത്തണമേ. എല്ലാ വേദനയിൽ നിന്നും ബലഹീനതയിൽ നിന്നും മോചിപ്പിക്കണമേ. നിന്റെ ജീവൻ നൽകണമേ. നിന്റെ ജീവസ്പർശനത്താൽ അവർക്ക് പൂർണ്ണ ആരോഗ്യം നൽകണമേ. അത് നിന്റെ ഇഷ്ടമാണെങ്കിൽ ഈ രോഗത്തിൽ നിന്ന് അവർക്ക് പൂർണ്ണമായ മോചനം നൽകുകയും നിന്റെ മഹത്വത്തിനായി ആ വ്യക്തിയെ ഉപയോഗിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ദൈവമാതാവേ, രോഗാവസ്ഥയിലായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയെ അങ്ങയുടെ സാന്നിധ്യത്താൽ ആശ്വസിപ്പിക്കണമേ. അവർക്ക് മാനസികമായും ശാരീരികമായും ശക്തി നൽകണമേ. ഭയവും നിരാശയും ആ വ്യക്തിയിൽ നിന്ന് അകറ്റണമേ.
രോഗസൗഖ്യത്തിനായുള്ള ചികിത്സകൾക്ക് ഫലം നൽകണമേ. ഈ വേദനകളെല്ലാം സഹിക്കുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. സ്നേഹനാഥ, ഈ നിമിഷം പരിശുദ്ധമ്മ വഴി ഞാൻ സമർപ്പിച്ച എൻ്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ചികിത്സയിലുള്ള ആളുകൾക്കും നേഴ്സുമാർക്കും പരിചരിക്കുന്നവർക്കും അങ്ങേ ജ്ഞാനവും മാർഗനിർദ്ദേശവും നൽകണമേ. അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും സ്നേഹത്തോടെ പരിചരിക്കുവാനുമുള്ള കഴിവ് നൽകണമേ. അവരുടെ കരങ്ങളിലൂടെ അങ്ങയുടെ സൗഖ്യദായകമായ ശക്തി ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, ചികിത്സിക്കുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും പരിചരണക്കാർക്കും അങ്ങേ ജ്ഞാനവും കരുണയും വിദ്യ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ സന്നിധിയിൽ ഞാൻ അണയുമ്പോൾ എല്ലാ തിന്മകളിൽ നിന്നും, ദുഷ്ടശക്തികളിൽ നിന്നും, അസൂയകളിൽ നിന്നും, ദുഷിച്ച കണ്ണുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും എൻ്റെ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും കാത്തു സംരക്ഷിക്കണമേ. അമ്മയുടെ തിരുക്കുമാരൻ്റെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ മൂടണമേ. അങ്ങേ വിശുദ്ധ ദൂതരെ ഞങ്ങൾക്ക് കാവലായി നിർത്തണമേ. തിന്മയുടെ ഒരു ശക്തിക്കും ഞങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. സർവശക്തനത്തിനുമായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഒത്തുചേർക്കണമേ. ദുഷ്ടതയിൽ നിന്നും തിന്മയിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും ഞങ്ങളെ അങ്ങേ ദൂതന്മാരാൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുരക്തമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. തിന്മയുടെ എല്ലാ കെണികളിൽ നിന്നും, പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അപകടങ്ങളിൽ നിന്നും അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അങ്ങയുടെ തിരുരക്തത്താൽ സമർപ്പിക്കുന്നു. തിന്മയുടെ ഒരു ശക്തിയും ഞങ്ങളുടെ മേൽ അധികാരമില്ലാതാകട്ടെ എന്ന് ആജ്ഞാപിക്കുന്നു. ഈശോയെ, യേശുവിൻ്റെ വിലയേറിയ രക്തമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. തിന്മയുടെ കെണികളിൽ നിന്നും, പൈശാചിക ആക്രമണങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഈശോയുടെ തിരുരക്തം ഞങ്ങളെ ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ, ഞങ്ങളുടെ ജീവിതം മുഴുവനും അങ്ങേ വിലയേറിയ രക്തത്താൽ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ മേൽ അധികാരം ചെലുത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മാലാഖേ, എൻ്റെ കാവൽ മാലാഖേ, ദൈവത്തിൻ്റെ സ്നേഹം എന്നെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ന് എന്നെ പ്രകാശിപ്പിക്കുകയും കാത്തുകൊള്ളുകയും നയിക്കുകയും ചെയ്യണമേ. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. ദൈവദൂതൻ, എൻ്റെ പ്രിയപ്പെട്ട കാവൽക്കാരൻ, ദൈവസ്നേഹം എന്നെ ഇവിടെ ഏൽപ്പിക്കുന്നവൻ ഇന്നുവരെ എൻ്റെ കൂടെ ഉണ്ടാകണമേ. വെളിച്ചത്തിനും കാവലിനും ഭരിക്കുവാനും വഴികാട്ടുവാനും എല്ലാ തിന്മകളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. വിശുദ്ധ മിഖായേൽ മാലാഖയെ, യുദ്ധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പിശാചിന്റെ ദുഷ്ടതകളിൽ നിന്നും കെണികളിൽ നിന്നും ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ. ദൈവം അവനെ ശാസിക്കട്ടെ എന്ന ഈ നിമിഷം താഴ്മയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സൈന്യങ്ങളുടെ പ്രഭുവായ അങ്ങ് ആത്മാക്കളുടെ നാശത്തിനായി ലോകത്തിൽ ചുറ്റിയിരിക്കുന്ന സാത്താനെയും മറ്റ് ദുഷ്ടാത്മാക്കളെയും ദൈവത്തിൻ്റെ ശക്തിയാൽ നരകത്തിലേക്ക് തള്ളിയിടണമേ. ആമേൻ. വിശുദ്ധ മിഖായേൽ, പ്രധാന ദൂതനെ, യുദ്ധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. പിശാചിന്റെ കെണികളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തിന്മയിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ മാതാവേ, എന്നെ അങ്ങേ പുത്രൻ്റെ മകളാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തിലെ എല്ലാ പ്രവൃത്തികളും ഞാൻ അമ്മയുടെ കരങ്ങൾ വഴി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന് സമർപ്പിക്കുന്നു. അവയെല്ലാം അങ്ങേ പുത്രൻ്റെ വിശുദ്ധ ഹിതമനുസരിച്ചും അങ്ങേ മഹത്വത്തിനു വേണ്ടിയുമാകട്ടെ. പാപത്തിൽ നിന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും രക്ഷിക്കണമേ. അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ, ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, നിന്നെ സ്നേഹിക്കുവാൻ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മധ്യസ്ഥയായി സംരക്ഷകയായി നൽകിയതിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ വഴികളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളിലായിരിക്കണമേ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും അങ്ങേ ആത്മാവിനെ നിറയ്ക്കുവാനുള്ള കൃപ തരണമേ. ഞങ്ങളുടെ ആത്മാവിൽ അങ്ങേ സാന്നിധ്യം അനുഭവപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞാൻ എന്താണെന്നും നീ എന്താണെന്നും എന്നെ പഠിപ്പിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ.
ക്രിസ്തുവിൻ്റെ പീഡാനുഭവം എപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കട്ടെ. തന്നോടുകൂടെ മാത്രമല്ല അവനോടൊപ്പം വളരുവാനും കൂടുതൽ ആയിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഏറ്റവും പരിശുദ്ധവും ആരാധ്യവുമായ തൃത്വമേ, 3 വ്യക്തികളിലായി ഏകദൈവമേ, നീ ഇവിടെ സന്നിഹിതനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഏറ്റവും അഗാധമായ എളിമയോടെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നിന്നെ സ്തുതിക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുകയും ചെയ്യുന്നു. നിന്റെ നന്മ എന്നെ ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ സുരക്ഷിതമായി എത്തിക്കട്ടെ. ഇതാ എൻ്റെ മുഴുവൻ അസ്തിത്വവും, പ്രത്യേകിച്ച് എൻ്റെ എല്ലാ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ഈ ദിവസത്തിൽ എനിക്ക് നേരിടാൻ കഴിയുന്ന കുരിശുകളും വൈരുദ്ധ്യങ്ങളും ഞാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. നിന്റെ ദിവ്യ സ്നേഹം ഞങ്ങളെ ജീവിപ്പിക്കട്ടെ. നിന്റെ പരമാധികാര മഹത്വത്തിൻ്റെ മഹത്തായ ബഹുമാനത്തിനും മഹത്വത്തിനും ഞങ്ങൾ പ്രാധാന്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപരം മാതാവേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകണമേ. ആമേൻ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. നന്ദി.